പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്ന കുറിപ്പ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു. മറ്റൊരു വകുപ്പുമായി ആലോചിച്ചിട്ടില്ല എന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്ന്. ഇന്നിപ്പോൾ എന്താണ് അദ്ദേഹം പുറത്തുവിട്ട രേഖ? അനുജ, പ്രതിപക്ഷ നേതാവ് ഈ ബ്രൂവറി വിഷയത്തിൽ തുടക്കം മുതൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ബലം പകരുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാബിനറ്റ് നോട്ട് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി എം പി രാജേഷിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ് ഈ ക്യാബിനറ്റ് നോട്ട്. കാരണം നേരത്തെ തന്നെ മന്ത്രി എം പി രാജേഷും ഒപ്പം തന്നെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും ഒക്കെ പറഞ്ഞിരുന്നത്, ഈ വിഷയം വിവാദമായപ്പോൾ പറഞ്ഞിരുന്നത് എല്ലാ മന്ത്രിമാരുമായും കൂടിയാലോചന നടത്തിയെടുത്ത തീരുമാനം എന്നുള്ളതായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല എന്ന് മന്ത്രി എം പി രാജേഷ് തന്നെ ക്യാബിനറ്റ് നോട്ടിൽ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്ന ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണ പ്ലാന്റുകൾ അനുവദിക്കുന്നത് ആരോടും ചർച്ച ചെയ്യാതെ എന്ന് എം പി രാജേഷ് സമ്മതിക്കുകയാണ്. മാത്രമല്ല അതിൽ സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെയാണ് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ചേർന്ന് ഈ വിവാദ തീരുമാനം എടുത്തത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആരോപിക്കുന്നത്. മറ്റൊരു വകുപ്പുകളും പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിലെ ഈ പദ്ധതിയിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒപ്പം തന്നെ ഈ എക്സൈസ് വകുപ്പും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പും ഒക്കെ അറിഞ്ഞെടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ അതിൽ ഒരു വകുപ്പ് മാത്രമാണ് ഈ വിഷയം അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല മുന്നണിയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ CPI ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കക്ഷികളൊക്കെ ഈ വിഷയത്തിൽ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ എം പി രാജേഷ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ ഈ വിവാദങ്ങൾക്ക് എന്ത് മറുപടി പറയും എന്നുള്ളതിലും ആകാംക്ഷയിലാണ് അനുജ. ശരി, പ്രതിപക്ഷ നേതാവാണ് ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ടത്. ഇത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം എന്നതാണ് പാലക്കാട് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഈ കുറിപ്പ് വ്യക്തമാക്കുന്നത്. മറ്റൊരു വകുപ്പുമായും ആലോചിച്ചിട്ടില്ല എന്നുള്ളതും ഇതിൽ നിന്ന് വ്യക്തമാണ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.